മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക്. മനുഷ്യജീവനെ രക്ഷിക്കണമെന്നത് എന്തൊരു മനുഷ്യജീവൻ രക്ഷിക്കുന്നതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതിന് കടുവേൻ്റെ ശീലമാണോ നോക്കേണ്ടത്? അത് ഈ നമ്മൾ നാടിൻ്റെ മുന്നിലുള്ള ചില പ്രതീകങ്ങളുണ്ടല്ലോ, ആ പ്രതീകങ്ങളെ പെട്ടെന്നൊരു കേസുണ്ടാക്കി അവരെ കളങ്കപ്പെടുത്താൻ കഴിയില്ല. കളങ്കപ്പെടുത്താനാകുമോ എന്ന ശ്രമമാണ് രാഷ്ട്രീയമായി ചിലർ നടത്തുക. അതിൻ്റെ കൂടെ നിൽക്കാനാണ് ED ഇപ്പോൾ തയ്യാറായിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അതിലുള്ള ഞങ്ങളെ CPIMൻ്റെ പ്രധാനപ്പെട്ട ആളുകളെയും നോക്ക്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നവരാണല്ലോ. കളങ്കരഹിതമായ പൊതുജീവിതത്തിൻ്റെ ഉടമകളാണല്ലോ അവരൊക്കെ. അതിനൊന്നും വേറെ കാര്യങ്ങളില്ല. ബാക്കി കാര്യങ്ങൾ നിയമപരമായിട്ട് നേരിടേണ്ട കാര്യമാണ്. ഞാനതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പാർട്ടിയെ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുന്നത് സംബന്ധിച്ച് കോടതിയുടെ തന്നെ നേരത്തെയുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. കടുത്ത വിമർശനമുണ്ടായിട്ടുണ്ട്. EDക്കെതിരെ തന്നെ വിമർശനമുണ്ടായിട്ടുണ്ട്. അതൊന്നും സാരമില്ല. ഇപ്പോൾ ഇവിടെ തൽക്കാലം CPM ഇരിക്കട്ടെ എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. ഞങ്ങളുടേതായ ഒരു രീതിയുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ്. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപനവും നടത്തും. മറ്റേയാളെ പറ്റി അധികം പറയണ്ട. അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. അതിൽ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് 100-200 ചെറിയ വള്ളങ്ങളിൽ മത്സ്യം പിടിക്കുന്നവരും അതുപോലെ മർക്കനൈസേഷനിൽ ട്രോളിംഗ് ബോട്ടുകൾക്കൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ സാധാരണ തീരപ്രദേശത്ത് നിന്ന് മത്സ്യബന്ധനം നടത്തുന്ന 200-ലേറെ തൊഴിലാളികളുണ്ട്. അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു. അതുപോലെ ആ പ്രദേശത്ത് ഒരു ആശങ്കയുണ്ട്. അതുപോലെ അവിടുന്ന് ആ പ്രദേശത്ത് നിന്ന് 2000-ഓളം ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്ന ഒരു സ്ഥലമാണ്. ആലപ്പുഴ 30 മാറിൽ താഴ്ന്ന കപ്പലിൽ നിന്ന് 5-6 മണിക്കൂർ കഴിയുമ്പോൾ കണ്ടെയ്നർ കൊല്ലത്ത് വന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് വന്നു. ഇപ്പോൾ കുളച്ചിൽ വരെ എത്തി. 146 ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കണ്ടെയ്നറുകളും ഈ ഫിഷ് ബാങ്കുകൾ, അതായത് ഈ വെജ് ബാങ്ക് കൊല്ലം പരപ്പം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് താന്നിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഫിഷ് ചെയ്യാൻ വനവരിക്കാനും ഒക്കെ പ്രയാസമുണ്ടാവും. അത് കണ്ടെത്തി അവരെ ബോധ്യപ്പെടുത്തണം. ഈ കപ്പലിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സർക്കാരിന്റെ കൈവശം ഉണ്ടായിരിക്കുമല്ലോ. കസ്റ്റംസിനും സർക്കാരിനും കിട്ടുമല്ലോ. അതുപോലെ തന്നെ കപ്പൽ കമ്പനിക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഈ കടല് ഇങ്ങനെ മലിനമാക്കുകയും ഇതുപോലെ ഒരു അപകടകരമായ കെമിക്കലും ഒക്കെ അവിടെ അത് എന്തുകൊണ്ടാണ്? ഇതിൽ ആദ്യം വേണ്ടത് ഇതിനാവശ്യമായ തെളിവുകളൊക്കെ ഉണ്ടാക്കലാണ്. അതിലാണ് ഇപ്പം സർക്കാർ ഏർപ്പെട്ടിട്ടുള്ളത്. ഇപ്പം വന്നിട്ടുള്ള അപകടത്തിൻ്റെ ഭാഗമായി വരുന്ന നാശനഷ്ടങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞതോ പറയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടി ചേർത്തുള്ള നാശനഷ്ടങ്ങൾ അതെല്ലാം വിശദമായി കണക്കാക്കുകയാണ്. അപ്പോൾ ആ വിശദമായി കണക്കാക്കിയതിന് ശേഷമാണ് മറ്റു നിയമ നടപടികളിലേക്ക് കടക്കുക. അതിലുള്ള വിശദമായ നിയമോപദേശം വാങ്ങുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ സഹായിക്കാനുള്ള ഏജൻസികളെ അടക്കം വെച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള നടപടികൾ അക്കാര്യത്തിൽ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. അവരെ കഴിയാവുന്നത്ര വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനത്തിന് സഹായിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അപ്പോൾ അതിൻ്റെ പഠനം കൃത്യമായി ഇപ്പോൾ ഇന്ന് ഷിപ്പിങ്ങിൻ്റെ ഡയറക്ടർ ജനറൽ അടക്കം വന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ കൃത്യമായി തന്നെ കുറച്ച് നാളുകൾ കൊണ്ട് ഈ റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത്തരം ഒരു റിപ്പോർട്ട് ഇല്ലാതെ മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയാൽ വരാനിരിക്കുന്ന ആപത്ത് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടെയ്നർ തന്നെ കടലിൻ്റെ അടിയിലുണ്ടെങ്കിൽ അതിലേക്ക് കൂടി പോകുമ്പോൾ കാര്യങ്ങൾ അബദ്ധമാകും. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വിശദമായി പഠിച്ചതിന് ശേഷം, പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത്തരം സ്ഥലങ്ങളിൽ ഈ ബയോ ഇട്ടിട്ട് അത് ഒഴിവാക്കിക്കൊണ്ട് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വരുന്ന ജീവസന്ധാരണ മാർഗം തടഞ്ഞത് ഇത് എല്ലാ കാലത്തേക്കുള്ളതല്ല, താൽക്കാലികമാണ്. താൽക്കാലികമായ ഒരു ആശ്വാസ നടപടി എന്ന നിലക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്.
അത് പിന്നെ കാലത്തിനനുസരിച്ച് അതിൻ്റെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ട തീരുമാനങ്ങൾ അതത് ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുകയും ചെയ്യും. തീപിടുത്തം എന്ന് പറയുന്നത് അതിൻ്റെതായ ആളുകൾ തന്നെ നടത്തുമ്പോൾ ഉണ്ടായതാണല്ലോ. അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ അവർ ചെയ്തതിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടായ ചില പ്രശ്നങ്ങളുണ്ടാകാം. അതിനകത്ത് വേഗം തന്നെ തീപിടിക്കുന്ന സാധനങ്ങളായാൽ തീപിടിക്കും അതിന്. അതാണ് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകുക. അതേതായാലും നമ്മുടെ മറ്റാരും ചെയ്തതല്ല, അവർ ഉത്തരവാദപ്പെട്ട ഏജൻസികൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അത് മറ്റ് കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് പോയിട്ടുമില്ല.